നമ്മുടെ സൺഡയറക്റ്റ് 4K ബോക്സിൻ്റെ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്തവർ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിലവിലുള്ള സോഫ്റ്റ്വെയർ 12.8 ആണ്. അപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്ന് വീഡിയോയിൽ കാണാം. റിമോട്ടിലുള്ള സെൻറ്ററത്തെ ബട്ടൺ, അതായത് റൈറ്റ് സൈഡിലേക്കുള്ള കീ പ്രസ് ചെയ്തുകൊണ്ടുക. ഇതുപോലെ വലതു ഭാഗത്തേക്ക് പ്രസ് ചെയ്തുകൊണ്ടുക. ഇവിടെ കാണാം വൈഫൈമേ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ഓഫാക്കി ഓൺ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിടുക. അപ്പോൾ ഇവിടെ കാണാം വൈഫൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ്വേഡ് ഉള്ളവർ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്ക് ചെയ്യുക. ഇനി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആൻഡ്രോയിഡ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണാം ഡിവൈസ് പ്രിഫറൻസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് കാണാം എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത ശേഷമുള്ള വീഡിയോ ആണിത്. ഇവിടെ കാണാം ആൻഡ്രോയിഡ് TV OS സെക്യൂരിറ്റി പാച്ച് ഫെബ്രുവരി 5. ഇതിനു മുൻപ് ഓഗസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ഉള്ള പുതിയ സോഫ്റ്റ്വെയർ ആണിത്. ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലാത്തൊരു പുതിയ സോഫ്റ്റ്വെയർ ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള 12.8.94.92 പുതിയ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലാത്തവർ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യം തന്നെ കാണാം സിസ്റ്റം അപ്ഡേറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ഓൾറെഡി പുതിയ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക, യുവർ സിസ്റ്റം ഈസ് അപ് ടു ഡേറ്റ്. അല്ലാത്തവർ ഇതുപോലെ പുതിയ സോഫ്റ്റ്വെയർ അവൈലബിൾ എന്നായിരിക്കും കാണിക്കുക. ഇവിടെ കാണാം 12.8.94.92 ഈ പുതിയ സോഫ്റ്റ്വെയർ ആണ്. ഇത് അവൈലബിൾ എന്ന് കാണിക്കും. പഴയ സോഫ്റ്റ്വെയർ 12.8.82.87. അപ്പോൾ ഇതിൽ ഞാനിത് പോസ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടും പ്രസ് ചെയ്യാൻ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു പറഞ്ഞപ്പോൾ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടും പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഇത്ര സ്പീഡിലൊന്നും അപ്ഡേറ്റ് നടക്കില്ല. ഏകദേശം 10 മിനിറ്റോളം എടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കറണ്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കാണാം നമുക്ക് 940 MB വേണമെന്ന് പറയുന്നുണ്ട്, അതായത് 1 GB വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് 1 GB നെറ്റ് പോരാ. ഇവിടെ കാണാം ഞാനിത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് സൺമാക്സ് 1.460 MB ഉപയോഗിച്ചെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ 1.5 GB എങ്കിലും മിനിമം വേണം നമുക്ക് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് ബ്ലാങ്ക് സ്ക്രീൻ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഓഫ് ചെയ്യാനൊന്നും ശ്രമിക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതുപോലെ സൺമാക്സ് എന്ന് കാണിച്ചിട്ട് ഓൺ ആയി വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബഗ്ഗുകളുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം തീരും.